ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ when it gets compiled errors ഒന്നുമില്ല. എറേഴ്സ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക and then we can run. So first it is asking as per the program input the number of elements in the array. So ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. And next it is asking for the input numbers. So 5 numbers we have to give as input. So 5 numbers കൊടുക്കുകയാണ്. Can be in any order. So 5 numbers ഞാൻ കൊടുത്തു. Input a number to search. So 9 ആണ് ഞാൻ സെർച്ച് ചെയ്യണത്. So 9 is present at position 4. Okay. So this is one case. നമ്മൾ പൊസിഷൻ +1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് +1 ഡിസ്പ്ലേ ആവും. ഇനി ഒന്നും കൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആൻഡ് again it is asking for input the number of elements in array. 5 കൊടുക്കുകയാണ്. ആൻഡ് 5 നമ്പേഴ്സ്. ഇതിലില്ലാത്തൊരു നമ്പർ കൊടുക്കുക. ഇപ്പോൾ 9 കൊടുത്തു ഞാൻ. സോ 9 ഈസൻറ്റ് പ്രസൻറ്റ് ഇൻ ദി അറേ. അപ്പോൾ 9 അതിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ വർക്ക് ചെയ്യണത് ഏതായിരിക്കും? -1. റിട്ടേൺ -1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് എവറി ടൈം അവർ ഇത് ഓരോ എലിമെൻ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എവിടെയും ഈക്വലായിട്ട് വരുന്നില്ല. സോ ഫുൾ ഐട്രേഷൻ കഴിയും, എല്ലാ എലിമെൻറ്റ്സും കഴിയും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് ഈ ലൂപ്പിന്ന്, ഈ ഫസ്റ്റ് ഫോർ ലൂപ്പിന്ന് അത് എക്സിറ്റ് ചെയ്യും. അപ്പോൾ എക്സിറ്റ് ചെയ്താൽ മീനിങ് എന്താ? it could not find an exact match, or it could not find a match in that array. So that means there is no element for which I am searching for. അപ്പോൾ അതെന്ത് റിട്ടേൺ ചെയ്യും? -1 റിട്ടേൺ ചെയ്യും. സോ -1 റിട്ടേൺ ചെയ്താൽ അതെന്ത് ഡിസ്പ്ലേ ചെയ്യും? That element isn't present in the array.